പക്കത്തില്ല കഴിക്കാൻ. അയ്യോ ഇങ്ങനൊക്കെ പറയുന്നു, ഇനി എന്ത്? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് മുകളിലോട്ട് വന്നിരുന്നു, ഒന്ന് അവനോട് എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. ഇപ്പൊ കർത്താവിനൊരു പരിപാടിയുണ്ട്, ഈ എന്താ പറയുന്നത്, സീസോ ബെഞ്ചോ ഒരെണ്ണമുണ്ടല്ലോ പിള്ളേർ കളിക്കുന്നത്. ഒരാൾ താഴുമ്പോൾ മറ്റേയാൾ പോകും, മറ്റേയാൾ താഴുമ്പോൾ ഇയാളെ പോകും. അങ്ങനെ മായ്ക്ക് കുറച്ചുകൂടെ കിഴിവ് കൊടുത്ത സമയത്ത് കർത്താവ് അത് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, കർത്താവ് ശരിയായിക്കോളും, ബാ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു ഞാൻ കിടന്ന് ദേഷ്യപ്പെട്ടാ വരുന്നത്. എനിക്ക് നിലയില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ വീഴും. അപ്പം വീഴുന്നതെന്ന് വെച്ചാൽ ഇവനെ കൊലപാതകത്തിലോട്ടാ. മേളത്തെ നിലയെ വിളിച്ചോണ്ട് പോയി. അവിടെ പോയപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇത്തിരി കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് മാറുന്നത്. ഞാൻ മായയുടെ കൈ പിടിച്ചു. ഞാനൊരു അലർജി ആയിരുന്നു. അവളിപ്പോഴും പറയും ഇത്രയും അലറിയ ഒരു പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ കർത്താവ്, ഇതിനാണോ ഈ സ്നാനമൊന്നും പറഞ്ഞ് കർത്താവ് വിളിച്ചോണ്ട് പോയത്? ഇതാണോ സ്നാനത്തിന്റെ എഫക്ട്? സ്നാനത്തിലൂടെ ഒന്നും കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കർത്താവ്. എനിക്ക് ഒന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സംഗതിയും വേണമെന്ന് പറഞ്ഞില്ല. ഈ പരീക്ഷണം, ഇതാണോ ഇത് ഒരുത്തന്റെ മരണത്തിൽ കലാശിക്കുന്നത്? ഒരനക്കവും ഇല്ല. അത്ര കാലത്ത് നിലവിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇരിക്കാം. വാ, അവൾ പറഞ്ഞു ഇരിക്കും. അവിടെ ഇരുന്നു. അവനെ വിളിച്ചു വന്നു. അപ്പൊ ഈ നോട്ടം സത്താൻ എന്താ വേണ്ടേ? എന്റെ മുമ്പിൽ വന്ന് എന്റെ കാലെ വീണം മാപ്പി ചോദിക്കണം. ഇത്ര ആയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മറുപടി ഇങ്ങോട്ട് വന്നപ്പോ ഞാനല്ലാതായി മാറുക. പിന്നെ അവിടെ സംസാരിച്ചതും പ്രവർത്തിച്ചതും ഒന്നും ഞാനല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ കേൾക്കുക ഈ പറയുന്നതൊക്കെ. ഞാൻ നോക്കി ചോദിച്ചു എന്താ നീ പറഞ്ഞേ? എന്താ പറഞ്ഞു? എന്റെ കാലിൽ വീണ് മാപ്പി ചോദിക്കണം. ഞാൻ പെട്ടെന്ന് നേരെ എഴുന്നേറ്റ് മുഖത്തോട്, ഇത് ഞാനല്ല, നിങ്ങൾക്ക് അറിയത്തില്ല, ഞാനല്ല. ശരിക്കും ഇത് കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു, മോനെ, ഞങ്ങളുടെ മോനായിട്ടുള്ള അപ്പുവിനെ എനിക്കറിയാം, നിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ദുഷ്ടശക്തിയെയും എനിക്കറിയാം. നിങ്ങൾ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആദ്യം ഞാൻ ആ ദുഷ്ടശക്തിയോട് സംസാരിക്കാൻ പോവാ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ 3 ദിവസമായിട്ട് കർത്താവിന്റെ ഒരു സ്വരം ആദ്യമായിട്ട് കേട്ടത്, വേണ്ട, ആദ്യം അവനോട് സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു ശരി, ആദ്യം ഞങ്ങളുടെ മോനായിട്ടുള്ള അപ്പുവിനോട് സംസാരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, മോനെ, നീ ഞങ്ങളുടെ അടുത്ത് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നീ ഞങ്ങളുടെ അടുത്ത് മരിക്കണമെന്ന് പറഞ്ഞാലും, ഇപ്പൊ തലവെട്ടണമെന്ന് പറഞ്ഞാൽ നീ പിശാചി കൊണ്ടുപോയി ഞങ്ങൾ ചെയ്തു തരാം. പക്ഷേ നിന്നിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ടാമത്തെ ശക്തി ഉണ്ടല്ലോ, ദുഷ്ടൻ, അത് പിശാചാണ്. നീ എന്റെ കണ്ണിലേക്ക് നോക്കി, നീ പിശാചാണ്. നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്, അല്ല എന്റെ മോനായിട്ടുള്ള അപ്പുവിനോടല്ല സംസാരിക്കുന്നത്. എടാ വിട്ടുപോടാ യേശുവിന്റെ നാമത്തിൽ ഇവിടുന്ന്. വിട്ടുപോകാനോ? എന്താന്ന് വിട്ടുതന്നെ പറയുന്നത്? ഞാൻ പറഞ്ഞു, എടാ നിന്നോടാ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങാൻ വിടും. എനിക്കറിയത്തില്ല ഇതൊക്കെ എവിടുന്ന് വരിക, എങ്ങനെ പറയാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടുമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് എന്തിനാ വിട്ടുപോകുന്നത്, എന്താ കാര്യം എന്താ? ഞാൻ പറഞ്ഞു, എന്റെ മോനെ എങ്ങനെ എന്റെ കർത്താവ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം, കർത്താവിനും അറിയാം. എന്നിട്ട് ഇത്രയും കാലം എന്താ ഒന്നും ചെയ്യാഞ്ഞേ? ഞാൻ പറഞ്ഞു, എടാ ഇത്രയും കാലം എനിക്കറിയാം എങ്ങനെ ഇതൊക്കെ വരുന്നു. ഞാൻ പറഞ്ഞു, എടാ ഒരു കൊച്ചു വീട് കെട്ടണമെങ്കിൽ അതിന് 4 ദിവസം മതി, അല്ലെ 10 ദിവസം മതി, 20 പേരെന്നാ കിട്ടും. പക്ഷെ ഒരു വലിയ ഭവനം കെട്ടണമെങ്കിൽ 1000 പേർ ഒരു വർഷം നിന്നാലും കെട്ടിത്തരത്തില്ല. നിനക്കറിയാവോ? എന്റെ മോനെ കർത്താവ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് ശരി, അതുകൊണ്ടാണല്ലേ. എന്റെ ഊർജ്ജശ്വാസം വലിക്കുന്നതിന് മുമ്പ് എനിക്കിത് കാണാൻ പറ്റുമോ? പെട്ടെന്ന് പരിശുദ്ധമാണ് പറഞ്ഞോട്. ഞാൻ പറഞ്ഞു, എടാ ഊർജ്ജശ്വാസം വലിക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയണമല്ലേ, പോയി വെളിപാടിന്റെ പുസ്തകം എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. ഈ വെളിപാടിന്റെ പുസ്തകമെന്ന് പറഞ്ഞതും ഇവൻ ഇങ്ങനെ നിന്ന് ജ്വലിച്ചിരുന്ന എന്റെ കുഞ്ഞ് ഇങ്ങനെ താണു വരാൻ തുടങ്ങി. ആ താണു വന്നിരുന്ന അവസരത്തിൽ പെട്ടെന്ന് താണിട്ട് എൻ്റെ അടുത്ത് പറയാം, അച്ഛാ, അതുവരെ കേട്ട ശബ്ദമൊക്കെ അങ്ങ് മാറി, അച്ഛാ, അമ്മേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞങ്ങൾ നേരെ ചെന്ന് തലേ കഴിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് തന്നെ പ്രാർത്ഥന ഇതുപോലെ പറഞ്ഞു തന്നു, പിശാച് ഇറങ്ങിപ്പോ. ഓരോ സ്റ്റെപ്പും കർത്താവ് പറഞ്ഞു തന്നു, പിശാചിനെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ട് കഴിയുന്നതും ഞങ്ങളുടെ പഴയ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുക ചെയ്തു. ആ സെക്കൻഡോടുകൂടി മായ വിഷൻസ് കാണാൻ തുടങ്ങി. സ്വർഗരാജ്യത്തിൽ മാലാഖമാര് കൈകൊട്ടി ഹാലേലുയ ഹാലേലുയ ഹാലേ. എന്നിട്ട് കർത്താവ്, മോളെ, ഒരു പാപി രക്ഷപ്പെടുമ്പോ സ്വർഗം എത്രമാത്രം സന്തോഷിക്കും നീ കണ്ടോ? ഇതായിട്ട് ഒന്നുമില്ലാതിരുന്ന ഈ കുഞ്ഞിന് വിഷൻസ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുക. ഇവൻ കാണുന്ന ഒരു വലിയ കിനാവലി, ഒക്ടോപ്പസ് എന്ന് പറയുന്ന നീരാളി, ഇങ്ങനെ സകല ശരീരത്തം വരിഞ്ഞു ചുറ്റിയിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടുപോകും കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയും. ഇതിങ്ങനെ ഞളിഞ്ഞ് പിളഞ്ഞ് ഇങ്ങനെ പതുക്കെ വിട്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കറുത്ത രൂപം, ഒരു കറുത്ത കൂട്ടിട്ട് തലയിലൊരു കറുപ്പമായിട്ട് ഇരിക്കുന്നു. തീ ഇങ്ങനെ കത്തുന്നു. കത്തിക്കഴിഞ്ഞ് നല്ലറി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. പിശാച് വിട്ടുപോയി. കർത്താവ് പറഞ്ഞു, ഇത് പഠിപ്പിക്കാനാണ് ഞാൻ 3 ദിവസം നിനക്ക് ഞാൻ സമയമെടുത്തത്. നീ എന്നാണ് സ്നാനപ്പെട്ടത്? ഞാൻ പറഞ്ഞു, ശനിയാഴ്ച കർത്താവേ. ശനി, ഞായർ, തിങ്കൾ, 3-ാം ദിവസം രാവിലെയല്ലേ സംഭവിച്ചത്? 3-ാമത്തെ ദിവസം മോനെ ഞാൻ ഉയർത്തെഴുന്നേറ്റത്. നീ എന്നോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് നിന്നെ ഞാൻ ഉയർപ്പിച്ചു. നിനക്ക് ഞാൻ ഫസ്റ്റ് ഡെലിവറൻസ് ഇവിടെ വെച്ച് നിന്റെ മോനിലൂടെ തന്നിരിക്കുന്നു.
എത്രയോ മനുഷ്യരുടെ അടുത്ത് ഡെലിവറൻസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നീ കൊണ്ടുപോയി, കിട്ടിയില്ലല്ലോ. ഇത് നിന്നിലൂടെ തരാനായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഇനിയും നിങ്ങളെ ഞാൻ വെളിയിലേക്ക് ഇറക്കുകയാണ്, ഡെലിവറൻസിനും രോഗസൗഖ്യത്തിനുമായിട്ട്. ധൈര്യമായിട്ട് പോയി പ്രാർത്ഥിക്കും. സ്വർഗത്തിന്റെ അധികാരവും അവകാശവും ഞാൻ നിങ്ങൾക്ക് തരുക. ഒരു ഭയങ്കര അനുഭവമായിരുന്നു, വലിയ അനുഭവമായിരുന്നു. ആ സ്നാനത്തിന്റെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് കർത്താവ്, ഞങ്ങൾക്കറിയാം ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു മതത്തിൽ ചേരാനുള്ളതല്ല. ഇത് കർത്താവിനോടുകൂടി മരിച്ചടക്കപ്പെട്ട് കർത്താവിന്റെ അധികാരവും അവകാശവും നമുക്ക് തന്ന് അനേകം മക്കളെ രക്ഷിക്കാനായിട്ടുള്ള കർത്താവിന്റെ നടപടിയാണിത്. കർത്താവിനോട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഈ ജീവിതം അങ്ങയുടെ മുമ്പിലാണ്, അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്താലും, ഞങ്ങൾ പുറത്തിറങ്ങിയാലും, ഞങ്ങൾ എവിടെ പോയാലും, എന്തിനു പോയി കഴിഞ്ഞാലും കർത്താവിന്റെ ആ അനുസരണയെ മാത്രം പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒന്നുമില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കൂടെയുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരു സ്നേഹിക്കാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ട്. കർത്താവ് വളരെ സിമ്പിളാ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണേ. ദൈവത്തെ ഓർത്ത് കർത്താവ് ഇത്രയും പറയാനായിട്ട് കർത്താവ് അവസരം ഒരുക്കി തന്നതിനായിട്ട് കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇത് ശരിക്കും പറയാൻ ഞങ്ങൾ ഒന്നും പ്രിപ്പയർ ചെയ്തതല്ല, കർത്താവ് പറയിപ്പിച്ചാണ്. കർത്താവ് ഇത്രയും പറയാൻ ആഗ്രഹിച്ചു, അത് നിങ്ങളുമായിട്ട് പങ്കിട്ടു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈ കർത്താവ്, നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് വേറെ ഒന്നും വേണ്ട, കർത്താവിന്റെ സ്നേഹം മാത്രം മതി, കർത്താവ് മാത്രം മതി. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് വന്ന് ഒരു 2 ലൈൻ ഒന്ന് പറയാം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, പറയുമ്പം ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിന്റെ അനുഭവം അതിൽ നിന്നുണ്ടാവും. തീർച്ചയാണ്. ഒരു കപടമായിട്ടുള്ള ഹൃദയം, ഒരു ഹിപ്പോക്രസി കൊണ്ട് നമ്മൾ കർത്താവിന്റെ അടുത്തോട്ട് ചെന്നാൽ ഒരിക്കലും കർത്താവ് അടുത്ത് വരത്തില്ല. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല കർത്താവെ, തുറന്നു പറയുക. സ്നേഹിക്കാനുള്ള കൃപതാ കർത്താവെ, കർത്താവ് തരും. അതേസമയം നമുക്ക് സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം അല്ലാതെ നമ്മൾ നേരെ കയറി കർത്താവിൻ്റെ അടുത്ത്, കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവിനെ അറിയാം നമ്മളെ, കർത്താവ് അടുത്ത് വരത്തില്ല. അതിലും നല്ലത് നമ്മൾ നേരെ അടുത്ത്, കർത്താവെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൃപ തരണേ, എനിക്ക് സ്നേഹിക്കണം. ആ കർത്താവിന്റെ സ്നേഹം ഒന്നിറങ്ങി വന്നു കഴിഞ്ഞ് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളികളെ, രോഗാവസ്ഥ, കടബാധ്യത, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ഇതെല്ലാം മാറിപ്പോവും കർത്താവിന്റെ സ്നേഹം കർത്താവ് വന്ന് നിറഞ്ഞാൽ. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് എന്റെ കർത്താവ്, എനിക്ക് കർത്താവ് മാത്രം മതി. ഒരു 2 ലൈൻ അത് മാത്രം നമുക്കൊന്ന് പാടാം. പിതാവേ, ഞങ്ങൾ ഈ 2 ലൈൻ, വെറുതെ 2 ലൈൻ മാത്രം പാടുമ്പോ പിതാവേ, ആമേൻ, അവിടുന്നും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരുമായ ഞങ്ങളുടെ എല്ലാമായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവവും ഞങ്ങളുടെ സന്തത സഹചാരിയും കൂടി 3 പേരും കൂടി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ അവിടുത്തെ വലിയ സ്നേഹം നിറയ്ക്കണേ പിതാവേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ വിളിക്കുന്നു.